ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്നൗ സൂപ്പർ ജയൻസിനെ തകർത്തത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയാണ് മികവ്. ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ കിടലൻ തീരുമാനങ്ങളാണ് ഈ കളിയിൽ നിർണായകമായത്. 20 റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തു. ബാറ്റിംഗിൽ സഞ്ജു സാംസൺ തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടിയിരിക്കുകയാണ്. 52 പന്തിൽ താരം 3 ഫോറും 6 സിക്സറും ഉൾപ്പെടെ 82 റൺസാണ് താരം നേടിയത്. ഒരു മോശം ഷോട്ട് പോലും താരം കളിച്ചില്ല എന്നത് തന്നെയാണ് സത്യം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പതിയെ തുടങ്ങിയ താരം വമ്പനടിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. IPL 2020 മുതലുള്ള കണക്ക് പ്രകാരം കൂടുതൽ സിക്സർ നേടിയ താരമെന്ന റെക്കോർഡിന് സഞ്ജു സാംസൺ അർഹനായി. 99 സിക്സറാണ് താരം നേടിയത്. അതുപോലെ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന താരം ഈ പ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ഇനിയുള്ള മത്സരങ്ങളിലും മികച്ച പ്രകടനം തുടരേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന് തോന്നിയ രാജസ്ഥാന്റെ കയ്യിൽ നിന്നും പതിയെ കൈവിട്ടു പോവുകയായിരുന്നു മത്സരം. എന്നാൽ താരം സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവറിലേക്ക് മാത്രമായി ബാക്കി വെച്ചത് കളിയുടെ ഗതിയെ തിരിച്ചുപിടിച്ചു. ഇതൊരു ക്യാപ്റ്റന്റെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. 16-ാം ഓവറിൽ ചഹാലും 18-ാം ഓവറിൽ അശ്വിനും ഇടയിൽ സന്ദീപ് ശർമ്മയും നിയോഗിച്ച താരം കളി തിരിച്ചുപിടിക്കുകയായിരുന്നു. 15-ാം ഓവർ വരെ മറ്റു ബോളർമാരെ ഉപയോഗിച്ച താരം ട്രെന്റ് ബോൾട്ടിന്റെ ഓവർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ബാറ്റിംഗിലും നായകനായും പക്വത ആർജിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ. നായകൻ എന്ന നിലയിൽ ശാന്തനായ സഞ്ജുവിനെ അല്ല ഇന്നലെ മത്സരത്തിൽ കണ്ടത്. കുറച്ചുകൂടി നിയന്ത്രണം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വ്യത്യസ്തനായ ഒരു താരത്തെയാണ് ഇന്നലെ ക്യാപ്റ്റനായും സഞ്ജു സാംസണിൽ കണ്ടത്. ക്യാപ്റ്റനായും ബാറ്റ്സ്മാനായും താരത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. റോയൽസിന്റെ വരും മത്സരങ്ങളിലും സഞ്ജു സാംസണും ടീമിനും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.